ഇമാമിന്റെ മദ്ഹബായി, ഇമാം മാലിക് റഹിമഹുള്ളയുടെ മദ്ഹബായി. മൂന്നാമത് കാലം കൊണ്ട് മൂന്നാമൻ ഇമാം ഷാഫി റഹിമഹുള്ളയാണ്. അദ്ദേഹമാണ് പിന്നീട് ഈ രംഗത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രഗത്ഭൻ. ഫിഖഹിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച, ഫിഖഹിന് പുതിയ ഊടും പാവും നൽകിയ, ഉസൂൽ ഫിഖഹി എന്ന ഒരു മേഖല തന്നെ വെട്ടിത്തെളിച്ച് അതൊരു ഗ്രന്ഥമായി ഒരു തർത്തീബുണ്ടാക്കി മുസ്ലിം ഉമ്മത്തിന് ഖിയാമത്ത് വരെ ഉള്ളവർക്ക് ഒരു പുതിയ വഴി തെളിച്ചു കൊടുത്തവരാണ് ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈ റഹിമഹുല്ല. പേര് മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഇബ്നുൽ അബ്ബാസ്. മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഇബ്നു അൽ അബ്ബാസ്. അപ്പോൾ ശരിയായ പേര് മുഹമ്മദ്, അബു അബ്ദില്ല എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്ന പേര്. മുഹമ്മദ് ബിൻ ഇദ്രീസ് ഇബ്നുൽ അബ്ബാസ് ഇബ്നു ഉസ്മാൻ ഇബ്നു ഷാഫിഈ. അപ്പൊ പേര് മുഹമ്മദ്, ബാപ്പ ഇദ്രീസ്, ഇദ്രീസിന്റെ ബാപ്പ ഇമാം ഷാഫിഈന്റെ വല്ലിപ്പ അബ്ബാസ്, അദ്ദേഹത്തിന്റെ ബാപ്പ ഉസ്മാൻ, അദ്ദേഹത്തിന്റെ ബാപ്പ ഷാഫിഈ. ആ ബാപ്പയ്ക്ക് ചേർത്തിട്ടാണ് ഷാഫിഈ എന്ന പേര് വന്നത്. അപ്പൊ എത്രാമത്തെ ബാപ്പയാണ്? ഇദ്രീസ്, അബ്ബാസ്, ഉസ്മാന്, ഷാഫിഈ. അപ്പൊ നാലാമത്തെ വാപ്പയാണ് ഷാഫിഈ. ആ നാലാമത്തെ വാപ്പ വലിയ പ്രഗത്ഭനാണ്. അപ്പൊ അദ്ദേഹത്തെ ചേർത്തിട്ടാണ് ഷാഫിഈ. അപ്പൊ ഇമാം ഷാഫിഈ എന്ന് പറയുമ്പോൾ ഈ ഷാഫി പോലെ പേരുമല്ല, കുടുംബ പേരുമല്ല, ഒന്നുമല്ല. വല്ലിപ്പാന്റെ വല്ലിപ്പയാണ് ഷാഫിഈ. അതിലേക്ക് ചേർത്തിട്ടാണ് ഷാഫിഈ എന്ന് പേര് കിട്ടുക. അത് അവരുടെ ശൈലിയാണ്, അറബികളുടെ ശൈലിയാണ്. ആ കുടുംബത്തിൽ ഒരു പക്ഷേ പ്രത്യേകം പ്രസിദ്ധരായ ആളുകൾ, അതേപോലെ പ്രത്യേകമായി ഏതെങ്കിലും ഒരു മേഖലയിൽ അറിയപ്പെട്ട ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് ചേർത്തി അറിയപ്പെടും. അതിപ്പോൾ 4, 5, 6, 8 തലമുറ വരെ അങ്ങനെ പേരിട്ട് പോകാറുണ്ട്. അത് അവരുടെ ശൈലിയാണ്. അത് ധാരാളം പണ്ഡിതമായി കാണാൻ പറ്റും. ഇപ്പം ഇബ്നു തൈമിയ റഹിമഹുല്ലാ, ഇബ്നു തൈമിയ അഹ്മദ് ബിൻ അബ്ദുൽ ഹലീം ആണ് പേര്. അഹമ്മദ് വാപ്പ അബ്ദുൽ ഹലീം. വല്യമ്മയാണ് തൈമിയ, വല്യമ്മയാണ്. വല്യമ്മ വലിയ പണ്ഡിതയായിരുന്നു. അപ്പോൾ ആ വല്യമ്മയെ ചേർത്തിട്ടാണ് ഇബ്നു തൈമിയ, തൈമിയയുടെ മകൻ എന്ന പേര്. നബിയും പറഞ്ഞല്ലോ, അനബിനു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ്. മോനല്ല, പേരക്കുട്ടിയാണ്. പക്ഷെ മക്കാർ വല്ലാതെ കളവാക്കി. ഇപ്പൊ നബി ഇങ്ങനെ നബിനെ പറ്റി വല്ലാണ്ട് മോശമായി പറഞ്ഞപ്പോൾ നബിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ നബി പറഞ്ഞു, അന നബിയുൻ ലാ കദിബ്, ഞാൻ നബിയാണ്, നുണ പറയല്ല. അനബിനു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ്. ഇത് പറഞ്ഞാൽ അബ്ദുൽ മുത്തലിബിനെ കുട്ടികൾക്ക് അങ്ങനെ നുണ പറഞ്ഞിട്ടൊന്നും വെറുതെ പേരുണ്ടാക്കേണ്ട ആവശ്യമില്ല. അവിടെ അങ്ങനെ വെറുതെ ഇല്ലാത്ത പറഞ്ഞ ആളൊന്നുമല്ല, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ കുട്ടിയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അവിടെ മോനല്ല, പേരക്കുട്ടിയാണ്. പക്ഷെ പറഞ്ഞത് അനബിനു അബ്ദുൽ മുത്തലിബ്. യാ ഉഖ്ത ഹാറൂൻ, മറിയം ബിബിയോട് പറഞ്ഞല്ലോ, യാ ഉഖ്ത ഹാറൂൻ, ഹാറൂന്റെ സഹോദരി. ആ ഹാറൂൻ ആര്? വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഒരു അഭിപ്രായം മൂസാ നബിയുടെ സഹോദരനായ ഹാറൂൻ ഇസ്ലാമയാണ്. അപ്പൊ എത്രയോ മേലെയാണ്. പക്ഷെ അവലേക്ക് ചേർത്തിട്ടാണ് യാ ഉഖ്ത ഹാറൂൻ, ഹാറൂന്റെ സഹോദരി എന്നവർ അഭിസംബോധന ചെയ്തത്. അപ്പൊ അത് അറബികളുടെ സാധാരണ പതിവാണ്, ശൈലിയാണ്. അതാണ് ഇവിടെ മുഹമ്മദ് ബിൻ ഇദ്രീസ് ഇബ്നു അബ്ബാസ് ഇബ്നു ഉസ്മാൻ ഇബ്നു ഷാഫിഈ. നാലാമത്തെ വാപ്പയാണ് ഷാഫിഈ. ആ ഷാഫിഈലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഇമാം ഷാഫിഈ എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹം ഖുറൈശിയാണ്. അൽ ഖുറശി, അൽ ഹാഷിമി, അൽ മുത്തലിബി. അതെ, നബിയുടെ വംശത്തിൽ ഖുറൈശി കുടുംബത്തിൽപ്പെട്ടാണ്. ഹാഷിം പരമ്പരയിലാണ്, മുത്തലിബിന്റെ പരമ്പരയിലാണ്. അപ്പൊ നബി കുടുംബവുമായി അദ്ദേഹം അവിടെ ചെന്ന് സംഗമിക്കുന്നുണ്ട്. അതാണ് ഇമാം ഷാഫിഈ റഹിമഹുള്ളയുടെ ഒരു സവിശേഷത. അദ്ദേഹം ഹിജ്റ 150 ജനിച്ചത്. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു, ഹിജ്റ 150 ഫലസ്തീനിലെ ഗസ്സ, ഫലസ്തീനിലെ ഗസ്സ, നമ്മൾ ഗാസ, ഗാസ അതാണ് ഗസ്സ, ഗാസയല്ല ഗസ്സയാണ്. ഫലസ്തീനിലെ ഗസ്സ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഹിജ്റ 150 ഇമാം ഷാഫിഈ റഹിമഹുല്ല ജനിച്ചത്. പക്ഷെ 2ാമത്തെ വയസ്സിൽ അദ്ദേഹം അവിടുന്ന് കുടുംബസമേതം പിന്നെ അവിടുന്ന് മക്കയിലേക്ക് പോന്നു. വളർന്നതൊക്കെ അദ്ദേഹം മക്കയിലാണ്. അസൽ കൊണ്ട് ഫലസ്തീൻകാരനാണ്, ഗസ്സയാണെങ്കിലും വളരെ ചെറുപ്പത്തിൽ 2 വയസ്സാകുമ്പോൾ തന്നെ അദ്ദേഹം അമ്മാമാരൊക്കെ കൂടെ അവിടുന്ന് മക്കത്തേക്ക് അദ്ദേഹം പോരുകയും മക്കയിൽ അദ്ദേഹം താമസിക്കുകയും മക്കയിലാണ് പിന്നെ അദ്ദേഹം വളർന്നതും പഠിച്ചതും ഒക്കെ മക്കയിലാണ്. മക്കയിലെ പണ്ഡിതന്മാരെന്നൊക്കെ അദ്ദേഹം അറിവ് തേടാൻ കഴിഞ്ഞു. മക്കയിൽ ശുദ്ധ അറബി സംസാരിക്കുന്ന ഗോത്രങ്ങളുടെ കൂടെ 2 കൊല്ലം അദ്ദേഹം പ്രത്യേകം പോയി താമസിച്ചു. അറബിയൊക്കെ എല്ലാവർക്കും ഒരേ അറബിയല്ല സംസാരിക്കുക.
മലയാളികൾ എല്ലാവരും ഒരേ മലയാളമല്ല പറയുക. നമ്മൾ മലപ്പുറം മലയാളം പോരാണ്, തൃശ്ശൂർ മലയാളം പോരാണ്, ഒക്കെ മലയാളം തന്നെയാണ്. എന്ന പോലെ അറബിക്ക് വ്യത്യസ്തമായ ശൈലികളുണ്ട്. അത് ശുദ്ധ അറബി പറയുന്ന ഗോത്രങ്ങളെ തെരഞ്ഞുപിടിച്ച് ആ ഗോത്രത്തിൽ പോയി 2 കൊല്ലം ഇമാം ഷാഫി താമസിച്ചു ശുദ്ധ അറബി പഠിക്കാൻ വേണ്ടി. അപ്പൊ അറബി ഭാഷ അത്ര വലിയ നൈപുണ്യം അദ്ദേഹം നേടി. കവിതയിൽ അദ്ദേഹം വലിയ നിപുണനായിരുന്നു. ധാരാളം കവിത അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പല വിശുദ്ധ കവിതകൾ അദ്ദേഹത്തിന് ഉണ്ട്. അതിന് കവിത സമാഹാരമുണ്ട്. ദീവാനു ഷാഫിഈ എന്ന പേരിൽ ഇന്ന് ലഭ്യമാണ്. ഇമാം ഷാഫിയുടെ കവിത സമാഹാരം, പല വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ കവിതകൾ, അതിൻ്റെ സമാഹാരമുണ്ട്. നമ്മളൊക്കെ കയ്യിലുണ്ട്. ദീവാനു ഷാഫിഈ, ഷാഫി ഇമാമിൻ്റെ കവിതാ സമാഹാരങ്ങൾ. അതേപോലെ അൻസാബ്, നസബുകൾ, അറബികളുടെ അൻസാബ്, വംശപരമ്പര, അത് അന്നത്തെ വലിയൊരു വിജ്ഞാന ശാഖയായിരുന്നു. വംശപരമ്പര പഠിക്കുക. അറബികൾ വെച്ചാൽ ഓരോ കബീലയിൽ ഉള്ള കംപ്ലീറ്റ് കുടുംബ പരമ്പരകൾ 8, 10, 15 ബാപ്പമാരെ പേരൊക്കെ ഒരു പഠിക്കും. അത് അറബികൾക്ക് വലിയൊരു കാര്യമായിരുന്നു. അതിന് ഇമാം ഷാഫി വലിയ അഗ്രഗണ്യനായി മാറി. ഏത് അറബിനെ കണ്ടാലും ഒരു 10 ബാപ്പാന്റെ പേര് പറഞ്ഞു കൊടുക്കും. ഏത് അറബിനെ കണ്ടാലും ഓരോ പേരും ബാപ്പാന്റെ പേരും കബീലും പറഞ്ഞെടുത്താൽ മതി. ബാപ്പാന്റെ പേരെന്താ, ഏത് കബീലെ എന്ന് പറഞ്ഞെടുത്താൽ ഓരോ വല്യപ്പാന ബാപ്പാന, അങ്ങനെ മേപ്പെട്ട് 10 ബാപ്പാന്റെ പേര് വരെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു കൊടുക്കുമായിരുന്നു. അത് വലിയൊരു സ്വീകാര്യത ഇമാം ഷാഫിക്ക് അവിടെ അത് വഴി കിട്ടിയിട്ടുണ്ട്. രാജാവ് വരെ അന്തം വിട്ട ടൈമിലാണ്. ഷിയാണെന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ വ്യാജ കുറ്റം ചുമത്തപ്പെട്ട് ഇമാം ഷാഫി അറസ്റ്റ് ചെയ്ത് കൊല്ലാൻ കൊണ്ടിട്ടൊക്കെ ഉണ്ട്. അവിടുന്ന് വരെ രക്ഷപ്പെട്ട ടൈമിലാണ്. രാജാവ് ഇങ്ങനെ സംസാരിച്ചപ്പോൾ രാജാവിനൊരു ചെറിയൊരു പിന്നെ താല്പര്യം തോന്നി ഇമാം ഷാഫിൻ്റെ കാര്യത്തിൽ. സംസാരിച്ചപ്പോൾ ആളൊരു ചില്ലക്കാരനല്ല, കുറച്ചൊരു വിവരമുള്ളവനാണ് എന്ന് മനസ്സിലായപ്പോഴാണ് നിർത്തി ചില സംഗതികൾ ചോദിച്ചൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് പിന്നെ നെസബ് സംസാരം മധ്യ വന്നപ്പോൾ നെസബ് അറിയോ? നെസബ് അറിയാം, എനിക്ക് എൻ്റെ നെസബ് അറിയാം, നിങ്ങളെ നെസബ് അറിയാം എന്ന് രാജാവിനെ പറഞ്ഞപ്പോൾ രാജാവിന് നെസബ് ഒന്നാകെ ഇമാം ഷാഫി കൊണ്ട് പറഞ്ഞു കൊടുത്തു. അതിലാണ് രാജാവിന് മനസ്സിലായത് ഇത് ആള് അങ്ങനെ കൊല്ലാൻ പറ്റിയ ആൾ, അത് ചില്ലക്കാരനല്ല, അങ്ങനെയാണ് വിട്ടയക്കണമൊക്കെ. അപ്പം നെസബിൽ അദ്ദേഹം വലിയ അഗ്രഗണ്യനായിരുന്നു. അമ്പെയ്ത്തിൽ വലിയ അദ്ദേഹം നല്ല പിന്നെ എക്സ്പീരിയൻസ് നേടിയ ആളാണ്. അമ്പെയ്ത്ത് ലക്ഷ്യം തെറ്റാതെ അമ്പെയ്യുമായിരുന്നു. അദ്ദേഹം പറയുന്നത് ഞാൻ അമ്പെയ്ത്തിൽ 100-ൽ 100 വാങ്ങിയതാണ്. 100-ൽ 100 അദ്ദേഹം നേടി. ഒറ്റ അമ്പും പിഴക്കാതെ അദ്ദേഹം കൃത്യമായി അമ്പെയ്യുമായിരുന്നു. കുതിര സവാരിയിൽ അദ്ദേഹം വലിയ പിന്നെ യോഗ്യനായിരുന്നു. അപ്പം ഇങ്ങനെ വ്യത്യസ്തമായ മേഖല ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി കരസ്ഥമാക്കിയിട്ടുണ്ട്. അറബി ഭാഷയിൽ, നസബിൽ, അതേപോലെ ദീനിൻ്റെ വിഷയത്തിലും അദ്ദേഹം ചെറിയ പ്രായം മുതലേ ആ വഴിക്ക് നന്നായി പഠിക്കാനിറങ്ങിയ ആളാണ് അദ്ദേഹം. അപ്പം